പൂക്കൾ എവിടെ കണ്ടാലും ഒന്നോ രണ്ട് വട്ടം ഒന്ന് തിരിഞ്ഞു നോക്കാതെ നോക്കി പോരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുപോലെയാണ് അത് ഏത് പ്ലാന്റ് ആയാലും. അപ്പം ഇതുപോലെ തിങ്ങി നിറഞ്ഞ് ഭംഗിയിൽ നിൽക്കുന്നത് എൻ്റെ അഡീനിയം പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ, ഇത് സാധാരണ കോമൺ ആയിട്ട് കാണുന്ന അഡീനിയാണ്. നല്ല ഭംഗിയിൽ ഞാൻ പ്രൂണൊക്കെ ചെയ്ത് റീപോർട്ടൊക്കെ ചെയ്ത് നിർത്തി കഴിഞ്ഞപ്പോൾ ഈ സമ്മർ സീസൺ ആയപ്പോൾ എനിക്ക് നല്ല പൂക്കളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഏപ്രിലിൽ എടുത്ത് വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് കുറച്ച് നേരം വൈകി. അപ്പോൾ ഇതുപോലെ എൻ്റെ ചെടികളൊക്കെ നന്നായിട്ട് നല്ല ഭംഗിയിൽ പൂത്ത് എല്ലാ ഷൂട്ട്സിലും പൂക്കളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണിത്. ഇതായിരുന്നു എൻ്റെ അഡീനിയം പ്ലാന്റ്. കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലൊക്കെ ഇത് ചെറിയ തൈ മുളപ്പിച്ച് ഞാൻ വെച്ചത്. പോട്ടൊക്കെ തിങ്ങി നിറഞ്ഞ് വേരൊക്കെ പുറത്തേക്കൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇതെന്തായാലും ഇനി റിപ്പോർട്ട് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടികളൊക്കെ പോയി. പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയായിരുന്നു. ടെറസിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. നല്ലോണം വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും. നല്ല കോഡക്സൊക്കെ നല്ല വലിപ്പം വെച്ച്. ഇത് രണ്ട് വട്ടം പ്രൂണിങ് കഴിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു 10-30 ചട്ടി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പോട്ടി മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് മണലും കൊക്കോപീറ്റും ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ കരിയില കമ്പോസ്റ്റാണ് കേട്ടോ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് മൺചട്ടിയാണ്. ഞാനിപ്പോൾ മൺചട്ടി കുറച്ച് മേടിച്ചിട്ടുണ്ട്. ആ മൺചട്ടിയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിയിൽ നിന്ന് നമ്മൾ വല്ലാണ്ട് നീണ്ടു നിൽക്കുന്ന വേരുകളൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്. അതേ കോഡക്സ് നന്നായിട്ട് മുകളിലേക്ക് നിൽക്കണം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വേരൊക്കെ മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നാലും നമ്മുടെ പ്ലാന്റിന് വലിയ ഒന്നും പറ്റില്ല പ്ലാന്റിന്. അതുപോലെ തന്നെ വെയിലത്ത് നമുക്ക് നല്ല വെയിലത്ത് വെക്കാം. അപ്പോൾ അതെൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ പോട്ടുകളും ഞാൻ എടുത്ത് എൻ്റെ പ്ലാന്റ്സുകളെല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലുതായി കിടക്കുന്ന അങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന വേരുകളൊക്കെ മാറ്റി കളഞ്ഞത്. മിക്ക പോട്ടുകളും ഞാൻ കുറച്ച് പോട്ട് എനിക്ക് തികയാതെ ഒന്ന് വാങ്ങിയത്. അപ്പോൾ ഇനി പോട്ട് മേടിച്ചിട്ട് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മൺചട്ടിയിലേക്ക് ഇതുപോലെ എല്ലാ പോട്ടുകളിലേക്കും എൻ്റെ പ്ലാന്റ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെയിൽ തന്നെ നമുക്ക് ചോദിക്കും, ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലാണല്ലോ, അപ്പോൾ ഇതുപോലെ തന്നെ വെക്കാനായിട്ട് പറ്റുമെന്ന്. ഞാൻ ഈ പ്ലാന്റ്സുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബറിലാണ് കേട്ടോ. ഒക്ടോബറിലാണ് ഞാൻ ഈ പ്ലാന്റ്സൊക്കെ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. കഴിഞ്ഞ വർഷം ഒക്ടോബറാണ് കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. അതുപോലെ എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പലതിലും ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. പൂക്കൾ കാണുമ്പോൾ എനിക്ക് പ്രൂൺ ചെയ്യാനായിട്ട് തോന്നില്ല. അത് കഴിഞ്ഞപ്പോൾ നവംബറൊക്കെ ആയപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പൂക്കൾ കഴിഞ്ഞതിനനുസരിച്ച് ഞാൻ എല്ലാതും പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നു. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൂൺ ചെയ്ത സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ സാഫാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. പിന്നെ വെയിലത്ത് തന്നെ വയ്ക്കും, വെള്ളം കൊടുക്കും. പിന്നെ ഇതുപോലെ നമ്മൾ പോട്ടി മിക്സ് ഇപ്പോൾ ഇതിൽ ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയൊക്കെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ പ്രൂണിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ഗ്രോത്ത് മിക്സ്ചർ ഒന്നും കൊടുത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സാധാരണ പോട്ടിലിരിക്കുന്നതാണെങ്കിൽ പ്രൂണിങ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും പ്രൂണിങ് കഴിയുമ്പോൾ ഗ്രോത്ത് മിക്സറായിട്ട് കൊടുക്കാം. ഇതുപോലെ നോക്കി മാർച്ച് ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ പ്ലാന്റ് ഇത് എല്ലാത്തമ്മളും നിറയെ പൂക്കളായി. നിറയെ പൂക്കളും നിറയെ ഷൂട്ട്സുകളാണ് കേട്ടോ. ഒരു ഇതിൽ നിന്ന് തന്നെ എത്ര ഷൂട്ട്സാണെന്നറിയാൻ വന്നിരിക്കുന്നത്. നിറയെ ഷൂട്ട്സുകളുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് പൂവ് കഴിഞ്ഞതിനനുസരിച്ച് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ ഗ്രോത്ത് മിക്സർ കൊടുത്തില്ല. പിന്നെ ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ NPK കൊടുക്കും കേട്ടോ. ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരു നമ്മുടെ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് വലിയ പോട്ടാണെങ്കിൽ ഒരു 5-10 മണിയൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കും. ഞാൻ കൊടുക്കാറ് വെള്ളത്തിൽ അലിയിച്ചിട്ട് നേർപ്പിച്ചിട്ട് പ്ലാന്റിലേക്ക് അതിന് ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കുകയാണ്, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ നല്ല വെയിലത്താണല്ലോ പ്ലാന്റ് ഇരിക്കുന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള എൻ്റെ വെയിലൊക്കെ എൻ്റെ പ്ലാന്റിന് കിട്ടും. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. അത് കുറേ വാട്ടറിങ് ചെയ്യില്ല. പ്ലാന്റിന് തടക്കൊന്നും നനയാവുന്ന രീതിയിൽ മാത്രമാണ് വെള്ളം കൊടുക്കുകയുള്ളൂ പ്ലാന്റുകൾക്ക്. അങ്ങനെ ഞാൻ ഇതുപോലെ എടുത്ത് എൻ്റെ പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു പറയും. ഇതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു പറയും. എനിക്ക് മനസ്സിലൊക്കെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോഴേ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നോക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ പ്ലാന്റുകളും നല്ല ഉഷാറായി കൊല തിങ്ങി നിറഞ്ഞ പ്ലാന്റുകളൊക്കെ നിൽക്കുന്നുണ്ട്. മഴക്കാലം ആയി കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയം പ്ലാന്റിന് അത്ര സുഖമില്ലാന്ന് നിങ്ങൾക്കറിയാലോ. ഇപ്പം മഴയത്താണ് ഇരിക്കുന്നതെങ്കിലും ഒരു സുഖമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. പ്ലാന്റുകളൊക്കെ ആകതായി. പിന്നെ
പൂവുകളൊന്നുമില്ല. ഇപ്പം കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. സാഫൊക്കെ പരട്ടിയിട്ട് അത് വന്ന് നോക്കി ഒരു 10-12 ഷൂട്ട്സിലധികം വന്നിട്ടുണ്ട്. എല്ലാത്തിലും മുട്ടുകളുണ്ട്, എല്ലാത്തിലും വിരിഞ്ഞു തുടങ്ങി, വിരിയാറായതും ഒക്കെ നല്ല അടിപൊളി ഇതായിട്ട് നിൽക്കണം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ. ഇനി ഈ മഴയൊക്കെ മാറി കഴിയുമ്പോൾ അടിയനെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പ്രൂൺ ചെയ്ത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രോത്ത് മിക്സ്ചറൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നിർത്തി നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് പൂക്കളുണ്ടാവും. കുറേ പൂക്കളുണ്ടായിരുന്നു. ഇത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന അഡീനിയം വെറൈറ്റി ആണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു 4 ടൈപ്പ് വെറൈറ്റി ഉണ്ട് കേട്ടോ, സാധാരണ കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷെ നല്ലോണം അങ്ങനെ പൂവുണ്ടായി നിൽക്കുമ്പോഴേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിലിങ്ങനെ കുറേ അതിൻ്റെ വിത്തുകളൊക്കെ ഉണ്ടാക്കി കിട്ടാറുണ്ട്. കുറേയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒരു 10-30 ചട്ടിയിലും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ അഡീനിയം, ഈ കോമൺ ആയിട്ടുള്ള വെറൈറ്റി തന്നെ. അതുകൊണ്ട് ഇനിയും കൂടുതൽ ഞാനിങ്ങനെ ഇനിയും മുളപ്പിക്കണില്ലേ വിത്ത്, കുറേ ഉണ്ടല്ലോ, തന്നെ അങ്ങനെ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്കിതിൽ ഏറ്റവും ഭംഗിയുള്ള പൂവ് ഇതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഫ്ലവർ കാണാനും, നല്ല അടിപൊളി ലുക്കാണ്. ഇതിൻ്റെ ലീഫിനൊരു ചുരുണ്ടൊരു ലീഫ് പോലെ, ഒരു ലീഫിനൊരു ചെറിയ പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പൊട്ടാഷ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. പൊട്ടാഷ് ഞാൻ ഇടയ്ക്ക് മാസത്തിൽ ഒരു തവണ കുറച്ച് പൊട്ടാഷ് ഇതുപോലെ തന്നെ ഒരു ചെടിയുടെ വലിപ്പനുസരിച്ച് ഒരു പകുതി സ്പൂണ്, ചെറിയ സ്പൂണിൽ പകുതിയൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിന് കട തൊടിക്കാതെ ചട്ടിയോട് ചേർത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഞാൻ NPK കൊടുത്തിരുന്നു. അതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ. വേറെ പ്രത്യേകിച്ചൊന്നും കൊടുക്കില്ല. പിന്നെ നല്ല വെയിലും പിന്നെ 2 ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ഇരുന്നാലും നമ്മുടെ ചെടി അടിപൊളിയായിട്ട് വളരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.